ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പം ഞാൻ രാവിലെ കണി കണ്ട് ഉണരുന്നൊരു കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആൾക്കാരൊക്കെ കേട്ടോ. അധികം വീഡിയോസിൽ ഞാൻ പറയലുണ്ട്. ഇതുണ്ടോ, ഇവരൊക്കെ ഞാൻ കണി കണ്ട് വളരുന്നൊരു വ്യക്തിയാണ്. എന്താ, ഇവരൊക്കെയാണ് ഞാൻ കണി കാണാറ്. അപ്പോൾ കണി കണ്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചുക്കുവെള്ളം ഉണ്ടാക്കി. ഒന്ന് ചായ അല്ല കേട്ടോ, ഒന്ന് കാപ്പിയാണ്. ചായയും കാപ്പി അതിന് ശ്രീലക്ഷ്മി കുടിക്കൂല, നമ്മൾ ചുക്കുവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. പിന്നെ ചായക്കടി ഉണ്ടാക്കലില്ല, അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അമ്മ ഉള്ള സമയത്തേ ഉണ്ടാക്കലുള്ളൂ. ഞങ്ങൾ രണ്ടാളാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ ഞങ്ങൾക്ക് നിർബന്ധമില്ല. അപ്പോൾ കാപ്പി ഉണ്ടാക്കി ഞാനത് കുടിച്ചു. പിന്നെ ഇത് പപ്പടം കാച്ചി, പയറുപ്പേരി ഉണ്ടാക്കി, സാമ്പാർ വെച്ചു. ഇപ്പോൾ അരി അടുപ്പത്ത് വെക്കാനായിട്ട് വെള്ളം ഞാൻ കറണ്ട് അടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളയ്ക്കണുള്ളൂ. അരി കഴുകി ക്ലിയറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ അതിൽ ഇട്ടിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയം കിട്ടലില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വിഷുവാണ് വരുന്നത്. പിന്നെ അങ്ങാടിപ്പുറത്ത് പൂരം ഇന്നിപ്പോൾ 9ാം പൂരമായി. നാളെ മറ്റന്നാളും. അപ്പോൾ ഞായറാഴ്ച എന്തായാലും പൂരത്തിന് പോകണം. ഞായറാഴ്ച 11ാം പൂരമാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച വിഷുവാണ്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള രാവിലത്തെ കുറച്ച് നേരങ്ങൾ. ഇനി കുളിക്കാൻ പോകണം. ഞാൻ അരി ഇട്ടിട്ട് വെള്ളം തിളച്ച് വരണേ ഉള്ളൂ. അപ്പോൾ തിളച്ചതിന് ശേഷം അരി ഇട്ടതിന് ശേഷം കുളിക്കാൻ കയറാൻ ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് ശ്രീലക്ഷ്മി ഇതാ നീട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നീക്കാൻ പോകണേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരലച്ചിലല്ലേ. ഞാൻ പോകുമ്പോൾ ഞാൻ കടയ്ക്ക് കൊണ്ടുപോകലാണ്, അവിടെ കൊണ്ടുപോയി ഇരുത്തലാണ്. കാരണം നമുക്ക് വേറെ എവിടെയും ആക്കി പോകാനൊരു സമാധാനമില്ല. ഞാൻ വൈകുന്നേരത്തല്ലേ വരിക. കുറച്ച് നേരമൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ആക്കി പോകും. ഇപ്പോൾ എവിടെ ആക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ കടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ ഒരു 4-5 ദിവസം അമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം എന്നുണ്ട്. ഇപ്പോൾ വിഷു ഒക്കെയാണ് വരുന്നത്. വിഷു കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് വയസ്സായതാണ്, അമ്മയ്ക്ക് സുഖമില്ല. അപ്പം അമ്മേൻ്റെ അടുത്തുനിന്ന് പോകണം. അടുത്ത വർഷം ഇനി ആരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് തന്നെ ആയുസ്സിന് നീട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആരൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അമ്മ എപ്പോഴും ഞാൻ ചെന്നാൽ എന്നോട് കരഞ്ഞവരൊക്കെ ഇപ്പോഴും കരഞ്ഞ് നേരെയും വെളിയും കൂടി ഇങ്ങോട്ട് പോരാൻ ഇത് വീടാണ്. വീട് പൊളിഞ്ഞാടായിരിക്കുകയാണ്. അപ്പോൾ വീട് നേരാക്കിയതിന് ശേഷം കൊണ്ടുവരാൻ ഓർത്തിരിക്കുകയാണ്. എനിക്കിവിടെ കടന്ന് മരിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കൊണ്ടുവരാനും ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ വീട് നേരാക്കാതെ കൊണ്ടുവന്നാൽ നല്ലൊരു മഴ, ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങൾ അതുപോലെ നീട്ടിയിരുന്നാണ് ഒരു വിധമൊക്കെ നേരം വെളുപ്പിച്ചത്. കാരണം മഴ പെയ്യുമ്പോൾ ഒന്നിച്ച് തലയിൽ കൂടെ വീഴുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കിടക്കുന്ന ഭാഗമാണ് പൊളിഞ്ഞാടായിരിക്കണം. അപ്പോൾ ഞാൻ ശ്രീലക്ഷ്മി മഴ ചോരുന്നത് വരെ കുറച്ച് നേരമൊക്കെ നീട്ടിയിരുന്നു. അങ്ങനെയാണ് നേരം വെളുപ്പിച്ചത്. അത് കാരണം തന്നെ കുട്ടി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ കടയിലാണെങ്കിലും പോയാൽ അവിടെ ഇരുന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ദൈവം പറഞ്ഞൊരു ശക്തി കാണുന്നുണ്ടാവും. കുറേ നമ്മളെ പരീക്ഷിക്കും ദൈവം. നമ്മളെ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും കുറച്ച് നല്ലത് ദൈവം നമുക്ക് അനുവദിച്ച് തരിക. എല്ലാ സുഖം കൂടിയും ദൈവം തരില്ല. അത് നമ്മൾ ആരെന്തൊക്കെ സ്വർണ്ണക്കട്ട അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നിധി കിട്ടിയിട്ടും കാര്യമില്ല. ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ എല്ലാ സുഖങ്ങളും കൂടി ഒരു മനുഷ്യന് അനുഭവിക്കാൻ ബാധ്യസ്ഥനല്ല. താൻ ബാധി ദൈവം ബാധി എന്നാണ് ഒരു ചൊല്ല്. പകുതി ദൈവത്തിനും പകുതി നമ്മളെടുത്ത്. അപ്പം നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. പിന്നെ ദൈവം
തരുന്നതായിട്ടുള്ള ശിക്ഷകളും അതുപോലെ അർഹിക്കാൻ നമ്മൾ യോഗ്യനാണ്. അപ്പം എല്ലാം അനുഭവിച്ചിട്ട് വേണം നമ്മളെ ഭൂമിയിൽ നിന്ന് വിട പറയാൻ. കാരണം എല്ലാവരും ഉണ്ട്, ഏത് പണക്കാരനും ഏത് പണമില്ലാത്തവനും എത്ര തെരുവിൽ അലയുന്നവനും കഷ്ടപ്പാടും ദുരിതവും എല്ലാം അനുഭവിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ഭാഗം ആണ് ഞാനും. എൻ്റെതും പാതി എന്ന് പറയുന്നില്ല, 3/4 ഭാഗം അല്ലെങ്കിൽ ഫുള്ളെന്ന് തന്നെ പറയാം. അതുപോലെ പ്രശ്നങ്ങളാണ് കാണുമ്പോൾ ഞാൻ ജനങ്ങളെ മുന്നിലൊക്കെ എല്ലാവരും മുന്നിൽ ഞാൻ എൻ്റെ കുട്ടിയൊക്കെ നല്ല ഡീസൻറ്റിലേ നടക്കുള്ളൂ. ഞങ്ങൾ ഡീസൻറ്റിനൊന്നും ഒരു കുറവും വരുത്താറില്ല. പിന്നെ ഞങ്ങളെ കുട്ടിക്കാലം മുതലൊക്കെ ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും ഇടാനില്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. നമ്മൾ പണിക്ക് പോയി വീട്ടിൽ നിന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ കുട്ടിക്കാലം മൊത്തം ഞങ്ങൾ കഴിഞ്ഞത്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് വേറെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇട്ട് മൂടാൻ അന്നൊക്കെ ഞങ്ങളൊരു ചുരിദാർ കിട്ടാൻ വേണ്ടി, കുട്ടിക്കാലത്തൊക്കെ ചുരിദാർ ഉടുപ്പും കിട്ടാൻ വേണ്ടി ഇത് ഭക്ഷണത്തിൻ്റെ പാത്രത്തേക്ക് കണ്ണുനീര് വീണിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ എന്തിനാണ് കരഞ്ഞതിന് ദൈവം ഞങ്ങൾക്ക് ഒരു നന്മ കാണിച്ചു തന്നു. ഇപ്പോഴെങ്കിലും ഞങ്ങളത് വാങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പണിക്ക് ഇറങ്ങി കിട്ടിയ കൂലിയും കൊണ്ട്, അതുപോലെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതും, അതുപോലെ എന്താ പറയുക, ഡ്രസ്സ് വലിയ ഇതുള്ള ഡ്രസ്സല്ലെങ്കിലും ഒരു 300ൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രസ്സുകളെ ഞങ്ങൾ ഇടുകയുള്ളൂ. 500 രൂപേൻ്റെ മേലൊക്കൊന്നുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് അതിന് സാധിക്കും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളും ഇല്ല. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും കുട്ടിക്കാലത്ത് അന്നൊന്നും ഞങ്ങൾക്ക് സാധിച്ചു തരാൻ ആരുമില്ല. അച്ഛനും അമ്മയ്ക്കും അന്നേ കഷ്ടപ്പാടാണ്. ഞങ്ങൾ വലിയ കുട്ടികളായതിന് ശേഷമാണ് പ്രത്യേകിച്ച് ഞാൻ അച്ഛനെ സഹായിക്കാൻ തുടങ്ങിയത്. അച്ഛൻ്റെ കഷ്ടപ്പാട് അമ്മേൻ്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അമ്മ ഇപ്പോഴാണ് വയ്യാതെ. നമ്മൾ ഇതുവരെ പഞ്ചായത്തിൽ തൊഴിലുറപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പറയും, ഇത്രയും വലിയ സുഖമില്ലായ്മയൊക്കെ വന്നിട്ട് പോലും അതൊക്കെ മാറി പണിക്ക് പോകാൻ ദൈവം അതിനൊരു നന്മ. അപ്പോഴും കഷ്ടപ്പാടുന്ന ദുരിതം തീരുന്നില്ല. അപ്പോഴും നമ്മൾ ഒരു ഭാഗവാക്കായിട്ട് അവരെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്സോടെ ഇപ്പോഴും തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഞാൻ നോക്കും. എനിക്ക് കിട്ടുന്നതിൽ ഒതുങ്ങിയിട്ട് കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയണില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു ഏക വിഷമം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടില്ല. ശ്രീലക്ഷ്മി 8ാം ക്ലാസ്സിലേക്ക് എത്തി. സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമാണ്. കാരണം എൻ്റെ എന്നല്ല, ശ്രീലക്ഷ്മീൻ്റെ ആഗ്രഹമാണ്. എനിക്കിനി വീട് എന്നുള്ളൊരു സ്വപ്നം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ശ്രീലക്ഷ്മി ഒരു പെൺകുട്ടിയാണ്. ആയുസ്സിന് നീട്ടം തന്നെങ്കിൽ ആരാൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കുട്ടിയാണ്. അപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടീൻ്റെ ഒരു ജീവിതം അല്ലെങ്കിൽ ഭാവി ഓർക്കുമ്പോഴുള്ളൊരു സങ്കടമുണ്ട്. ഇപ്പോൾ കുടുംബത്ത് നിൽക്കണതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അനുഭവിച്ച് പോരുകയാണ്. പക്ഷേ സഹിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ജീവിക്കണം. അപ്പോൾ ഒന്നും കൂടെ പറയണേ, ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. എന്നും കരഞ്ഞ് ജീവിക്കാനും എന്താ പറയുക, ദുഃഖിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൊരു വിധിയാണ് ഞങ്ങൾക്ക്. ദൈവം പറഞ്ഞ ശക്തി കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.